നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ലഹരിയോടുള്ള ആസക്തി വർദ്ധിക്കുന്നത് അതീവ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾക്കാണ് വഴിതെളിക്കുന്നത്. ലഹരിക്ക് അടിമകളായി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ പണത്തിനായി അവരെന്തും ചെയ്യും. സ്വന്തം ബന്ധങ്ങൾ മറന്ന് എന്താക്രമണങ്ങൾക്കും തയ്യാറാകും. തിരുവനന്തപുരത്ത് ഒരു യുവാവ് കഞ്ചാവ് വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്ന് വീടിന് തീയിട്ട സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ലഹരി വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്ന് യുവാവ് വീടിന് തീയിട്ടു. തിരുവനന്തപുരം കണിയാപുരത്താണ് സംഭവം. കണിയാപുരം സ്വദേശി ഷാജഹാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അമീനയുടെ സഹോദരി പുത്രനായ ഫൈസൽ തീയിട്ടത്. വീട് പൂർണ്ണമായി കത്തിനശിച്ചു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണിയാപുരം അൻസിമൻസിലിൽ ഷമീന ഷാജഹാൻ ദമ്പതിമാർ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ കത്തിനശിച്ചത്. ഈ സമയം വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. ഇതിന് തലേ ദിവസം രാത്രി 7 മണിയോടെയാണ് ഫൈസൽ ഷാജഹാന്റെ വീട്ടിലെത്തി കഞ്ചാവ് വാങ്ങാനായി പണം ആവശ്യപ്പെട്ടത്. എന്നാൽ വീട്ടുകാർ പണം നൽകാൻ തയ്യാറാകാതിരുന്നതോടെ ഇയാൾ അക്രമാസക്തനായി. കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം കൈഞ്ഞരമ്പ് മുറിക്കാൻ ഫൈസൽ ശ്രമിച്ചു. ഇതിനിടെ വീട് തീയിടുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കുകയും ചെയ്തു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മംഗലപുരം പോലീസ് സ്ഥലത്തെത്തി ഫൈസലിനെ കസ്റ്റഡിയിലെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസിന്റെ മുന്നിൽ വെച്ചും ഇയാൾ വീടിന് തീയിടുമെന്ന് ഭീഷണി മുഴക്കി. പുലർച്ചെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി എത്തിയ ഫൈസൽ വീടിന് തീയിടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഷാജഹാന്റെ ഭാര്യ അമീനയുടെ സഹോദരി പുത്രനാണ് 28-കാരനായ ഫൈസൽ. ഇയാൾ സ്ഥിരം ലഹരിക്ക് അടിമയാണെന്നാണ് വിവരം. വെളുപ്പിന് 4 മണിയോടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിന്റെ ഉഗ്രശബ്ദം കേട്ട് നാട്ടുകാർ നോക്കിയപ്പോഴാണ് വീട് കത്തുന്നത് കണ്ടത്. തുടർന്ന് കഴക്കൂട്ടം അഗ്നിശമന സേനയെ വിവരമറിയിച്ചു. അഗ്നിശമന സേന എത്തി തീയണച്ചെങ്കിലും വീടിനുള്ളിലെ മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചിരുന്നു. ഫൈസലിന്റെ ഭീഷണിയെ തുടർന്ന് തൽക്കാലം ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കാൻ ഷാജഹാനോടും ഭാര്യയോടും പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ഇവർ മാറിത്താമസിച്ചതിന് ശേഷമാണ് ഫൈസൽ വീടിന് തീയിട്ടത്. ഫൈസലിനെ മംഗലപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് 18 മംഗലപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.